ആദ്യ കൊലപാതകം ആദ്യ പ്രണയം പോലെയാണ്, മറക്കാനാവില്ല. 18ാം പിറന്നാൾ ദിനത്തിൽ നടത്തിയ ആദ്യ കൊലപാതകത്തെ അയാൾ ഓർത്തെടുത്തത് ഇങ്ങനെയാണ്. ചെസ് കളിക്കാരനായ അയാൾ ചെസ് ബോർഡിലെ 64 ചതുരങ്ങൾക്ക് സമമായി 64 കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തു. നിഷ്കരുണം ഓരോരുത്തരെയും അയാൾ കൊന്നുതള്ളി. അലക്സാണ്ടർ പിച്ചുഷ്കിൻ എന്ന ആ കൊടും കുറ്റവാളിയെ ലോകം ഭീതിയോടെ ചെസ് ബോർഡ് സീരിയൽ കില്ലർ എന്ന് പേരിട്ട് വിളിച്ചു. 1974 റഷ്യയിൽ ജനിച്ച അലക്സാണ്ടറിന്റെ കുട്ടിക്കാലം തീർത്തും സാധാരണമായിരുന്നു. അന്ന് USSR ആയിരുന്ന റഷ്യയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് അലക്സാണ്ടറിന്റെ ജനനം. അവനെ സ്നേഹിക്കാൻ അമ്മയും മുത്തച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂട്ടുകാരോടൊത്ത് ചെസ് കളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന, എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, എല്ലാത്തിനോടും ദയവുള്ള ഒരു പാവം കുട്ടിയായിരുന്നു അവൻ. തന്റെ പൂച്ച ചത്ത ദുഃഖം സഹിക്കാനാകാതെ ദിവസങ്ങളോളം കെട്ടിടത്തിന്റെ ഗോവണിയിലിരുന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവനെ അയൽക്കാർ ഓർക്കുന്നു. ഒരു ജീവൻ നഷ്ടമാകുന്നത് കണ്ടു നിൽക്കാൻ കഴിയാതെ വാവിട്ടു കരഞ്ഞിരുന്ന അവൻ എപ്പോഴാണ് ചോരയുടെ മണം ഇഷ്ടപ്പെട്ടു തുടങ്ങിയതെന്ന് ഇന്നും അവ്യക്തം. 1992 അലക്സാണ്ടറിന്റെ ആദ്യ കൊലപാതകം. ഒരു പരീക്ഷണം എന്ന പോലെ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ആദ്യ കൊലപാതകത്തിന് കൂട്ടു നിൽക്കാമെന്നേറ്റ് അവസാന നിമിഷം പിന്മാറിയ തന്റെ ഉറ്റ സുഹൃത്ത് മിഷേലായിരുന്നു അയാളുടെ ആദ്യ ഇര. തലയോട്ടിക്ക് പലതവണ ഹാമർ കൊണ്ട് അടിച്ചടിച്ച് ആ കൂട്ടുകാരനെ അവൻ കൊലപ്പെടുത്തി. ആദ്യ കൊലപാതകത്തിൽ തന്നെ വലിയ ആനന്ദം കണ്ടെത്തിയ അലക്സാണ്ടർ പിന്നീട് നടത്തിയത് കൊലപാതക പരമ്പരകളായിരുന്നു. തെക്കൻ മോസ്കോയിലെ വിശാല വനപ്രദേശമായ ബിറ്റ്സ പാർക്കായിരുന്നു അലക്സാണ്ടർ ക്രൂരകൃത്യങ്ങൾ നടത്തിയിരുന്ന പ്രധാന സ്ഥലം. വാർദ്ധക്യബാധിതർ, വീടില്ലാത്തവർ, അനാഥർ, മദ്യപാനികൾ, അയാൾ സാധാരണയായി ലക്ഷ്യം വെച്ചിരുന്നത് ഇത്തരം ആളുകളെയായിരുന്നു. ഒരു വോഡ്ക പങ്കുവെക്കാമെന്ന് പറഞ്ഞ് ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് അവരെ വിളിച്ചു വരുത്തും. വോഡ്കയിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയ ശേഷം തലയ്ക്കടിച്ച് ഇരകളെ ഓരോരുത്തരെയും അയാൾ കൊന്നൊടുക്കി. ഓരോ കൊലപാതകത്തിന് ശേഷവും അലക്സാണ്ടർ തന്റെ ചെസ് ബോർഡിൽ ഓരോ കോയിൻ കയറ്റിവെച്ചു. 64 കൊലപാതകങ്ങളായിരുന്നു അയാൾ ലക്ഷ്യമിട്ടിരുന്നത്. 2006 അലക്സാണ്ടർ നടത്തിയ ക്രൂര കുറ്റകൃത്യങ്ങളുടെ കഥ പുറം ലോകം അറിയുന്നത്. സഹപ്രവർത്തകയായ മറീന മോസ്കലിയോവയായിരുന്നു അലക്സാണ്ടറിന്റെ അവസാന ഇര. പിച്ചുഷ്കിനൊപ്പം നടക്കാൻ പോകുന്നു എന്ന് വീട്ടിൽ മകന്റെ അടുത്തൊരു കുറിപ്പ് എഴുതി വെച്ചിട്ടായിരുന്നു അവർ പോയത്. ഈ കുറിപ്പും ക്യാമറ ദൃശ്യങ്ങളും പോലീസിനെ പിച്ചുഷ്കിനിലേക്ക് എത്തിച്ചു. എന്നാൽ ഇയാളെ കണ്ടെത്തിയതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണങ്ങളിൽ വെളിവായത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. അയാളുടെ ചെസ് ബോർഡിൽ ഇതിനകം തന്നെ 62 കോയിനുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. 64 എന്ന ലക്ഷ്യസംഖ്യയിൽ എത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു അയാൾ പിടിയിലായത്. പോലീസ് അന്വേഷണത്തിൽ 48 കൊലപാതകങ്ങളും 3 കൊലപാതക ശ്രമങ്ങളും അലക്സാണ്ടർ നടത്തിയതായി തെളിഞ്ഞു. ഈ കൊലപാതകങ്ങൾക്ക് പ്രേരിപ്പിച്ചത് എന്തെന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യത്തിന് അലക്സാണ്ടർ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തി. നിങ്ങൾക്ക് ഭക്ഷണമില്ലാത്ത ജീവിതം പോലെയാണ് എനിക്ക് കൊലപാതകമില്ലാത്ത ജീവിതം. താൻ ആദ്യമായി നടത്തിയ കൊലപാതകത്തെ അയാൾ ഇങ്ങനെ ഓർത്തെടുത്തു. ആദ്യ കൊലപാതകം ആദ്യ പ്രണയം പോലെയാണ്, അതൊരിക്കലും മറക്കാനാവില്ല. 52 കൊലപാതകങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട റഷ്യയിലെ ഏറ്റവും കുപ്രസിദ്ധ സീരിയൽ കില്ലർ ആൻഡ്രി ചിക്കാറ്റിലോയുടെ ഇരകളുടെ എണ്ണം മറികടക്കുക എന്നതായിരുന്നു അലക്സാണ്ടറിന്റെ അഭിലാഷം. 2007 അയാൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ജീവപര്യന്തം ഏകാന്ത തടവിന് ശിക്ഷിക്കപ്പെടുമ്പോഴും അയാൾ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഈ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് വിധി എഴുതാൻ നിങ്ങൾക്ക് ഇത്രയും കാലമെടുത്തു. എന്നാൽ ഇത്രയും ആളുകളെ കൊലപ്പെടുത്തി അവർക്ക് വിധി എഴുതാൻ എനിക്കെടുത്തത് വെറും തുച്ഛമായ സമയം മാത്രം. ഞാനാണ് സർവ്വലോകങ്ങളുടെയും അധിപൻ. ഞാനാണ് ദൈവം.